Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Weekly. As usual, let us begin with a prayer. Pater noster, qui vis in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ കണ്ട ഒരു കോട്ടാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം തോന്നി. ഇത് കുറച്ച് കാലം മുൻപേ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു റിയാലിറ്റി നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിങ്ങനെയൊന്നും പോയാൽ ശരിയാവത്തില്ല എന്നുള്ളത്. മറ്റൊന്നുമല്ല, അതിലോട്ട് വരുന്നതിന് മുമ്പ് ലൂക്ക 13-ാം അധ്യായം, വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 13-ാം അധ്യായം 23 മുതൽ 23-24 തിരുവചന ഭാഗങ്ങൾ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഈശോ പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഈശോയുടെ വളരെ വ്യക്തമായി പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഇതിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു വിശുദ്ധൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ്. വിശുദ്ധ വിൻസെൻ്റ് ഫെറർ, ലോകപ്രശസ്തനായിട്ടുള്ള വിശുദ്ധൻ. വളരെ നീണ്ട പ്രസംഗമാണ്. ഞാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ ആ പ്രസംഗം നിങ്ങൾ വായിച്ച് നോക്കണം. ഇംഗ്ലീഷാണുള്ളത്. വായിച്ച് നോക്കാൻ പറ്റുന്നവർ അത് വായിച്ച് നോക്കണം. അപ്പോൾ അതിൽ ഈ വിശുദ്ധൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ്: ലിയോൺസിലെ ആർച്ച് ഡീക്കൻ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്നെല്ലാം വിരമിച്ച് പാപപരിഹാരാർത്ഥം എന്നോണം മരുഭൂമിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അങ്ങനെ മരുഭൂമിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ച അതേ മണിക്കൂറിൽ വിശുദ്ധ ബെർണാർഡും മരിച്ചു. കൂട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള 33,000 പേരും ഉണ്ടായിരുന്നു ആ ഒരു മണിക്കൂറിൽ. നോക്കൂ, ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ മിനിറ്റുകളിൽ 100 കണക്കിന് ആളുകൾ മരിക്കുകയാണ്. അവർക്കിനൊരു ചാൻസ് ഇല്ല. നിത്യജീവൻ വേണോ നിത്യമരണം വേണോ സെലക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഓരോ പ്രഭാതവും നമുക്ക് നിത്യജീവനിലോട്ടുള്ള വഴി നേരെയാക്കാനുള്ള ദൈവം തരുന്ന ചാൻസ് മാത്രമാണ്, വേറെ ഒന്നുമല്ല. അത് ക്ലിയർ ആക്കാനുള്ള ചാൻസാണ് ദൈവം നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും ദൈവത്തിന് എന്തുമാത്രം നന്ദി പറയണമെന്ന് അറിയും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യപ്രകാരമാണ് വിശുദ്ധ വിൻസെൻ്റ് ഫെറർ പറയണത്. ഈ ആർച്ച് ഡീക്കൻ മരിച്ചപ്പോൾ വിശുദ്ധ ബെർണാർഡും മരിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 33,000 ആളുകൾ മരിച്ചു. എന്നിട്ട് ഈ ആർച്ച് ഡീക്കൻ തൻ്റെ ബിഷപ്പിൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, മോൺസിനോർ, ദാറ്റ് അറ്റ് ദ വെരി അവർ ഐ പാസ്ഡ് അവേ 33,000 പീപ്പിൾ ഓൾസോ ഡൈഡ്. 33,000 ആളുകൾ മരിച്ചു. അതിൽ ഔട്ട് ഓഫ് ദിസ് നമ്പർ ബെർണാർഡ് ആൻഡ് മൈസെൽഫ് വെൻ അപ് ടു ഹെവൻ വിത്തൗട്ട് ഡിലേ. ഞാനും വിശുദ്ധ ബെർണാർഡും ഒട്ടും താമസമില്ലാതെ ഞങ്ങൾ സ്വർഗത്തിലോട്ടെത്തി. എത്ര? 33,000-ൽ 2 പേർ. 3 went to purgatory. അതിൽ 3 പേര് ശുദ്ധീകരണ സ്ഥലത്ത് പോയി. ആൻഡ് ഓൾ അതേഴ്സ് ഫെൽ ഇൻ ടു ഹെൽ. ബാക്കി 32,995 ആത്മാക്കൾ നിത്യനരകത്തിലോട്ട് പോയി എന്ന് ഈ വിശുദ്ധൻ പറയുന്നു. ഈ ആത്മാവ് പറയുന്നു. ഇത് വിശുദ്ധ വിൻസെൻ്റ് ഫെറർ കോട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് വിൻസെൻ്റ് ഫെറർ പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്: വേറൊരു വ്യക്തി ഇതുപോലെ വളരെ വിശുദ്ധി ജീവിക്കുകയും യേശുവിന് വേണ്ടി വചനമൊക്കെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ വചനം പ്രഘോഷിക്കുകയാണ് ഒരു പബ്ലിക് സ്ഥലത്ത് നിന്ന്. സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: അശുദ്ധി കൊണ്ടുള്ള അശുദ്ധ പാപം തന്നെ വിളിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ജഡിക പാപം മൂലം നമ്മുടെ ആത്മാവിനെ ഏൽക്കുന്ന ഈ പാപക്കറകളെ പറ്റിയിട്ട് ഈ വ്യക്തി പ്രസംഗിക്കുകയാണ്. ഈ സമയത്ത് ഇത് കേട്ട ഒരു വ്യക്തി നോക്കണം, എന്തുമാത്രം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിട്ടായിരിക്കും ഈ വചന പ്രഘോഷണം എന്നുള്ളതാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരു സ്ത്രീ ഇത് കേട്ട് കരഞ്ഞ്
മരിച്ചവളെ പോലെയായി. അവൾ ഓൾമോസ്റ്റ് മരിച്ചു. അത് കഴിഞ്ഞ് അവൾ ജീവനിലോട്ട് തിരിച്ച് വന്ന് അവൾ പറഞ്ഞ കാര്യപ്രകാരമാണ്, വെൻ ഐ വാസ് പ്രസൻറ്റഡ് ബിഫോർ ദ ട്രിബ്യൂണൽ ഓഫ് ഗാഡ് 60,000 പീപ്പിൾ അറൈവ്ഡ് അറ്റ് ദ സെയിം ടൈം ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ വേൾഡ്. ഞാൻ മരിച്ചു ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ 60,000 പേരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മരിച്ചിട്ട് ദൈവസന്നിധിയിലെത്തിയത് വിധിക്കായിട്ട്. അതിൽ only 3 സേവ്ഡ് ബൈ ഗോയിങ് ടു പെർഗട്ടറി. ആരും നേരിട്ട് സ്വർഗത്തിൽ പോയില്ല. 3 പേര് രക്ഷിക്കപ്പെട്ടു. അവർ ശുദ്ധീകരണ സ്ഥലത്ത് പോയി. ഇന്നല്ലെങ്കിൽ നാളെ അവർ ശുദ്ധി ചെയ്യപ്പെട്ട് സ്വർഗത്തിലോട്ട് കയറും. ബാക്കി മുഴുവൻ ആളുകളും നശിച്ചു, നരകത്തിലോട്ട് പോയി എന്നാണ് പറയണത്. എൻ്റെ പറയുമ്പോൾ ഇതൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇൻ്റർനെറ്റ് ഇല്ല, ടി വി ഇല്ല, ആർഭാടങ്ങളൊക്കെ വളരെ കുറവായിരുന്ന കാലഘട്ടം, അശ്ലീല സിനിമകളില്ല. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അപ്പം ഞാൻ നോക്കി. അപ്പം ബാക്കിയുള്ള വിശുദ്ധരുടെ അഭിപ്രായം എന്താണ്? നമ്മൾ വിശുദ്ധ വിൻസെൻറ്റ് ഫെററിൻ്റെ മാത്രം അഭിപ്രായം കേട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നോക്കിയപ്പോഴും വിശുദ്ധ അൽഫോൺസ് ലിഗോരി അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ്, ദ നമ്പർ ഓഫ് ദ സേവ്ഡ് ഈസ് വെരി സ്മോൾ, ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് മെൻ ലോസ് ദെയർ സോൾ. രക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്, ഭൂരിഭാഗം മനുഷ്യരുടെയും ആത്മാക്കൾ നശിച്ചു പോകുന്നു. ഇറ്റ് ഈസ് സെർട്ടൈൻ ദാറ്റ് ഫ്യൂ ആർ സേവ്ഡ്. ഇത് ഒരു കാര്യം തീർച്ചയാണ്, വളരെ കുറച്ച് പേരെ രക്ഷിക്കപ്പെടുന്നുള്ളൂ. നോട്ട് ബിക്കോസ് ഗോഡ് വാണ്ട്സ് ഇറ്റ്. അതായത് ഇവരൊക്കെ നശിക്കണം ദൈവം ആഗ്രഹിക്കുന്നുണ്ടല്ല, ബട്ട് ബിക്കോസ് ഫ്യൂ അക്സെപ്റ്റ് ദ മീൻസ് ഓഫ് സാൽവേഷൻ. വളരെ ചുരുക്കം പേരെ ഈ രക്ഷയുടെ മാർഗം, ഈ രക്ഷ സ്വീകരിക്കുന്നുള്ളൂ. വിശുദ്ധ അഗസ്റ്റിൻ വേദപാരംഗതനാണ്. അദ്ദേഹം പറയുന്നു, മെനി ആർ വിത്തിൻ ദ ചേർച്ച് ആൻഡ് ഫ്യൂ ആർ സേവ്ഡ്. പലരും സഭക്കകത്തുണ്ട്, പക്ഷേ വളരെ ചുരുക്കം പേരെ രക്ഷ പ്രാപിക്കുന്നുള്ളൂ. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞത് പ്രകാരമാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തിൻ്റെ കോട്ടും ഈ സെർമണിൽ വിശുദ്ധ വിൻസെന്റ് ഫെറർ പറയുന്നുണ്ട്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നു, ഐ ഡു നോട്ട് ബിലീവ് ദാറ്റ് മെനി പ്രീസ്റ്റ് ആർ സേവ്ഡ്. വൈദികരെ പറ്റിയാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അനേക വൈദികർ രക്ഷ പ്രാപിക്കുന്നുണ്ടെന്ന്. ഐ തിങ്ക് നോട്ട് മോർ ദാൻ എ ഫ്യൂ. വളരെ കുറച്ച് പേര് മാത്രമേ രക്ഷ പ്രാപിക്കുന്നുള്ളൂ എന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നു. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത്, ദ മെജോറിറ്റി ടേക്ക് ദ ബ്രോഡ് റോഡ് ദാറ്റ് ലീഡ്സ് ടു പെർഡിഷൻ, ഫ്യൂ വാക്ക് ദ നാരോ റോഡ് ദാറ്റ് ലീഡ്സ് ടു ലൈഫ്. അനേകർ നാശത്തിലോട്ടുള്ള വിശാലമായ പാതയാണ് തിരഞ്ഞെടുക്കുന്നത്, വളരെ ചുരുക്കം പേര് മാത്രമേ ഇടുങ്ങിയ പാതയിൽ തിരഞ്ഞെടുക്കുന്നുള്ളൂ, ജീവനിലോട്ട് നയിക്കുന്ന ഇടുങ്ങിയ പാത തിരഞ്ഞെടുക്കുന്നുള്ളൂ. വിശുദ്ധ ലൂയിസ് ഡെ മൺഫോർട്ട്, മോസ്റ്റ് ക്രിസ്ത്യൻസ് ഈവൻ ദ ഡിവോട്ട് വിൽ ബി കണ്ടംഡ്. അനേകം ക്രിസ്ത്യാനികൾ, ഭക്തരായവർ പോലും വിധിക്കപ്പെടും, നരകത്തിലോട്ട് വിധിക്കപ്പെടും. വിശുദ്ധ ബെർണാഡ് പറയേണ്ടത്, the number of those who perish is far greater than the number of those who are saved. രക്ഷിക്കപ്പെട്ടതിനേക്കാളും കൂടുതൽ പേര് നശിച്ചിട്ടുണ്ടെന്ന്. സെൻറ്റ് കാതറിൻ ഓഫ് സിയന്ന, the road to heaven is narrow, few walk upon it. സ്വർഗത്തിലോട്ടുള്ള പാത ഇടുങ്ങിയതാണ്, വളരെ ചുരുക്കം പേര് മാത്രമേ അതിൽ പോകുന്നുള്ളൂ. സ്വീഡനിലെ വിശുദ്ധ ബ്രിജറ്റ്, the number of the damned is vast compared to the number of the saved. സെയിം കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അവൻ്റെ പറയും അത് വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസ് പറയുന്നുണ്ട്, സെൻറ്റ് പീറ്റർ ഡാമിയൻ, സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി, സെൻറ്റ് പാത്രിപ്പിയോ പറയുന്നത്, ദ റോഡ് ഓഫ് സാൽവേഷൻ ഈസ് നാരോ, ഓൺലി എ ഫ്യൂ, വെരി ഫ്യൂ ഗോ ബൈ ഇറ്റ്. അതിൽ വിശുദ്ധ തെരേസ ഓഫ് ആവില, നമ്മൾ ആവിലയിൽ അമ്മ ത്രേസ്യയ്ക്ക് ഈശോ ഇങ്ങനെ നരകം കാണിച്ചു കൊടുത്തു, വളരെ പേടിപ്പെടുത്തുന്ന നരകം. എന്നിട്ട് ഈശോ പറഞ്ഞതേ, ആ സ്ഥലം കണ്ടോ, നിനക്ക് വേണ്ടി സാത്താൻ ഒരുക്കിയിരിക്കുന്ന നരകത്തിലെ സ്ഥലമാണ്. നിൻ്റെ എൻ്റെ കൃപ ഇല്ലായിരുന്നെങ്കിൽ നീ നിൻ്റെ പാപത്തിൽ മരിച്ചാൽ നിനക്ക് ലഭിക്കാനിരിക്കുന്ന നരകമാണിത്. വിശുദ്ധ അമ്മ ത്രേസ്യ കോൺവെൻറ്റിൽ ചേർന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈശോ കാണിക്കുന്നതാണ്. ഇതിന് ശേഷമാണ് അമ്മ ത്രേസ്യ കുറച്ചുകൂടെ സ്ട്രോങ് ആയത്. അമ്മ ത്രേസ്യ പറയുന്നത് ദൈവത്തിൻ്റെ ആ വലിയ ഒരു കൃപയായിരുന്നു ഈ നരകം കാണിച്ചത് എന്നുള്ളത്. അതുകൊണ്ട് പറയുമ്പോഴവരെ ഇന്ന് അനേകർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് പ്രൊട്ടസ്റ്റൻ്റ് പഠനത്തിൻ്റെ സ്വാധീനമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമാണ്, അന്ത്യവിധി ദിവസം മാത്രമേ കണ്ണ് തുറക്കത്തുള്ളൂ എന്നാണ് അനേകർ വിശ്വസിച്ചിരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞ് ഉടനെ തനത് വിധിയുണ്ട്. അത് നല്ല കള്ളൻ്റെയും അബ്രഹാമിൻ്റെയും ലാസറിൻ്റെയും ധനവാന്റെ ഉപമയിലൂടെയൊക്കെ ഈശോ സ്ഥിരീകരിച്ച കാര്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തനത് വിധി നടക്കുന്നു, അവിടെ വെച്ച് ദൈവം തീരുമാനിക്കുന്നു സ്വർഗത്തിലോട്ടോ നരകത്തിലോട്ടോ ശുദ്ധീകരണ സ്ഥലത്തോട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആത്മാവ്
ഈ പറയുന്ന നരകത്തിലോ സ്വർഗത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ ആണ്. നമ്മുടെ ബോഡി ഭൂമിയിലെ സെമിത്തേരിയിലാണ്. അന്ത്യവിധിയുടെ സമയത്ത് ദൈവം വീണ്ടും എന്ത് ചെയ്യുന്നു? ഇവൻ ഇന്ന വ്യക്തി എന്തുകൊണ്ട് സ്വർഗത്തിൽ എന്തുകൊണ്ട് നരകത്തിൽ പോയി എന്ന് നാട്ടുകാരുടെ മുൻപാകെ ദൈവം കാണിക്കുകയാണ്. അന്ന് പുരമുകളിൽ വീട്ടിൽ പറഞ്ഞത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടുന്ന സമയമാണ്. അന്ന് കുമ്പസാരിച്ചവനും കുമ്പസാരിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്ന സമയമാണ്. അന്ന് സഹനം സ്വീകരിച്ചവരും സഹനം ഒഴിവാക്കാൻ ഓടി നടന്നവരും വ്യത്യാസം മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് സ്വർഗത്തിലോ നരകത്തിലോ ഉള്ള നമ്മുടെ ആത്മാവ് ഭൂമിയിലുള്ള നമ്മുടെ ശരീരമായിട്ട് ചേർന്ന് ഗ്ലോറിഫൈഡ് ബോഡിയായിട്ട് ദൈവസ്ഥാനത്തിൽ നിൽക്കുന്നു. ആദത്തിൻ്റെ കാലം മുതൽ ക്രിസ്തുവിന് രണ്ടാം വരവിൻ്റെ ആ മിനിറ്റിൽ ജനിച്ച കൊച്ചു പോലും മുമ്പിൽ നിൽക്കുന്നു. നന്മ തിന്മകൾക്ക് ക്രിസ്തു പ്രതിഫലം നൽകുന്നു. ക്രിസ്തു അവസാനം തീരുമാനിക്കുന്നു ഇതിലാര് പോകും. അപ്പം അന്നൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, മരിക്കാത്ത ആൾക്കാർ. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ ഈശോ വരും എന്നാണ് പറയുന്നത്. അപ്പം ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അവർ ഫിസിക്കലി മരിച്ചിട്ടില്ല. അപ്പം അവർ ചെയ്ത പാപങ്ങളും എല്ലാം എല്ലാവരുടേതും കാണിക്കുന്നു. അന്ന് ആ സമയത്ത് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആൾക്കാരും ഈ പറഞ്ഞ ഗ്ലോറിഫൈഡ് ബോഡിയായിട്ട് വരുന്നു. അന്ന് അന്ത്യവിധിയുടെ സമയത്ത് തനത് വിധിയിൽ സംഭവിച്ചത് എന്താണോ ദൈവം അത് വെളിപ്പെടുത്തുന്നു. ഇന്ന വ്യക്തി, അപ്പം നമ്മൾ ചിന്തിക്കും അവൻ ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നതാണ്, ഒരുപാട് നിത്യജീവനെ പറ്റി സംസാരിക്കുന്ന വ്യക്തിയാണ്, യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. പക്ഷേ നോക്കുമ്പോൾ ഇവൻ നരകത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്വസ്റ്റ്യൻ വരും, ഇവൻ എങ്ങനെ നരകത്തിലെത്തി? അത് ദൈവം വെളിപ്പെടുത്തുന്ന സമയമാണ്. ദൈവത്തിൻ്റെ നീതി ദൈവം വെളിപ്പെടുത്തുന്ന സമയമാണ്. നിങ്ങൾ അറിയാത്ത രഹസ്യ പാപങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. ഇതാണ് പൊതുവിധി. അപ്പോൾ ഒരിക്കൽ തെറ്റിദ്ധരിച്ചേക്കരുത്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനമേ ഉണരത്തുള്ളൂ, ഒരിക്കലുമില്ല. 11 മണിക്ക് നിങ്ങൾ മരിച്ചാൽ ആ നാനോ സെക്കൻഡിൽ തന്നെ നിങ്ങൾ പരലോകം കാണും. പറ്റി പറയുമ്പോഴവരെ ഇതാണ് അവസ്ഥയെങ്കിൽ വിശുദ്ധ പത്രോസ്ലീഹ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 18-ാം തിരുവചനം. നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ആദ്യത്തെ മാർപ്പാപ്പ അതിശയത്തോടെ ചോദിക്കുകയാണ്, നീതിമാൻ പോലും കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്, അങ്ങനെയെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത്. ഇതുകൊണ്ട് തന്നെ പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം നമ്മൾ ജീവിക്കാൻ. നമ്മുടെ കാത്തലിക് ലൈഫിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, സാക്രമെൻറ്റ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം ഇതെല്ലാം നമുക്കൊരു കെണിയായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ആത്മാവിനെ വിശദീകരിച്ചിട്ട് നിങ്ങൾ ബാക്കി എന്തും ചെയ്തോ. നമ്മുടെ കരിയറും നമ്മുടെ ലൈഫും നമ്മുടെ ബാക്കി കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം ഒരു ഹെൽത്തി ആത്മാവായിട്ട് നമ്മൾ ജീവിക്കാം. എല്ലാം ഒരു കറക്റ്റ് ടൈം ടേബിൾ കൊണ്ടുപോകാം. ജപമാല ചൊല്ലുന്നതും ബൈബിൾ വായനയും ആഴ്ചയിലുള്ള കുമ്പസാരവും അനുദിന പരിശുദ്ധ കുർബാന സ്വീകരണവും ദാനധർമ്മവും ദശാംശം കൊടുക്കുന്നതും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും കുർബാന ചൊല്ലിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ഇതെല്ലാം വിശുദ്ധരോടുള്ള പ്രാർത്ഥന, ഇതെല്ലാം നമ്മളൊരു കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഒക്കെയാണ്, സേഫാണ്. അതാണ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. അങ്ങനെ ആത്മാവിനെ സേഫാക്കിയിട്ട് നിങ്ങൾ ലോകം മുഴുവനും കറങ്ങിക്കും, ഒരു വിഷയമില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് അവസാനം ആത്മാവ് സേഫ് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് 1-2 വർഷത്തെ പീഡനമല്ല, നിത്യതയോളം അൺഇമാജിനബിൾ ആയിട്ടുള്ള നിരവധി വിശുദ്ധരെ കണ്ട് ബോധം കെട്ട് വീണു നിത്യനരകം കണ്ടിട്ട്. അതുകൊണ്ട് ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ജീവിതം തന്നെയാണ് ഏറ്റവും വിലയുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ബാക്കി ചെയ്യുക. നമ്മൾ ആത്മാവിനെ നമ്മൾ കൃപാവരാവസ്ഥയിൽ വെച്ചിട്ട് പാപകരമല്ലാത്ത എന്തും നിങ്ങൾ ചെയ്തോ, നോ പ്രോബ്ലം. അപ്പോൾ പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തിൻ മുളിയരിബൂസ് എഡ് ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് തു യേസൂസ് സാങ്താ മരിയ മാതർ ദൈ ഓരാ പ്രൊനോബിസ് പെക്കാത്തോരിബൂസ് നുങ്കേ തിന്നോര മോർത്തിസ് നോസ്ത്രേ ആമേൻ വിവ ക്രിസ്റ്റോറെ.